ഒരു പ്രത്യേക ഡ്രൈവാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് ഉണ്ടാകും. നിലവിൽ പാകിസ്ഥാൻ്റെ ഈ ഭീകരാക്രമണ ഭീഷണി അല്ലെങ്കിൽ പാകിസ്ഥാൻ അത്തരമുള്ള ശ്രമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇത്തരമൊരു പരിശോധനയുമായി ഡൽഹി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പരിശോധന തുടരുകയാണ്. ഇന്ന് 8 മണിയോടുകൂടിയാണ് ഈ പരിശോധന ഇവിടെ ആരംഭിച്ചതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ രാത്രിയും അർദ്ധരാത്രിയും ഈ പരിശോധന ഡൽഹി പോലീസിൻ്റെ പരിശോധന മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ഗേറ്റ് പരിസരമാണ് കാണുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഗേറ്റിലായിട്ട് വിളക്കുകൾ ഉണ്ടായിരുന്നു. ആ വിളക്കുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അണച്ചിട്ടുണ്ട്. ഈ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിളക്കുകൾ അണച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. കാരണം വൈകുന്നേരം വലിയ തിരക്ക് ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ തിരക്ക് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ നിന്ന് ആളുകളെ ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. രാത്രി സാധാരണ 10 മണി വരെ മാത്രമാണ് ഇന്ത്യ ഗേറ്റിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. അത് കഴിഞ്ഞാൽ പോലീസ് അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് പതിവ്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ആക്രമണം വിവിധയിടങ്ങളിൽ അത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡൽഹി പോലീസ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് കടത്തിവിടുന്നത്. ഡൽഹി കൂടാതെ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ കൂടി വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം ജമ്മു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടൊരു ആക്രമണ ശ്രമം ഉണ്ടായത്. അതുകൊണ്ട് അതിനെ ഇന്ത്യ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ക്രമീകരണങ്ങളാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന നിരവധി വിമാന സർവീസുകളുണ്ട്. അതുകൊണ്ട് വലിയ ആൾത്തിരക്ക് ഡൽഹി വിമാനത്താവളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആളുകളോട് നേരത്തെ എത്താനും ഒപ്പം വരുന്ന ബന്ധുക്കളോട് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒപ്പമുള്ള യാത്ര ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശവും കൂടി എയർലൈൻ കമ്പനികൾ യാത്രക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് പരിസരം കൂടാതെ ഡൽഹിയുടെ തന്ത്രപ്രധാനമായ മറ്റിടങ്ങളിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നിലായിട്ടാണ് രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റും എല്ലാം ഉള്ളത്. അവിടങ്ങളിലും കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിലേക്ക് ആരെയും ഇപ്പോൾ കടത്തിവിടുന്നില്ല. വരും ദിവസങ്ങളിലും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരിക്കും പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനുമെല്ലാം ഉള്ളത്. നിലവിൽ ഡൽഹിയുടെ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് വലിയ ആൾത്തിരക്കുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എയർപോർട്ട്, അതോടൊപ്പം തന്നെ നാവികസേനയുടെ ആസ്ഥാനങ്ങൾ, ഒപ്പം ഡൽഹി പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സുരക്ഷ ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകളെല്ലാം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംശയം തോന്നുന്ന വാഹനങ്ങളാണ് പോലീസ് തടഞ്ഞു നിർത്തുന്നത്. അല്ലാതെയുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള അനുമതിയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന വാഹനങ്ങൾ പ്രത്യേകമായി പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജമ്മുവിൽ ഉൾപ്പെടെ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ആളുകൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുമുണ്ട്. ആളുകൾ പാനിക്കാകേണ്ട എന്നിപ്പോൾ സർക്കാർ തന്നെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിമാനത്താവളങ്ങൾ അതോടൊപ്പമുള്ള സ്ഥലങ്ങളിലെല്ലാം കുറച്ചുകൂടി പരിശോധനയും അതോടൊപ്പം തന്നെ സുരക്ഷയും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 27-ലധികം വിമാനത്താവളങ്ങൾ അതിൻ്റെ സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ വിമാനത്താവളങ്ങൾ അടക്കാനുള്ളൊരു നിർദ്ദേശവും കൂടി ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ വിമാനത്താവളങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പോലീസിൻ്റെ പരിശോധന ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഡൽഹി കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും പരിശോധനകളൊക്കെയുണ്ട്. UP, അതോടൊപ്പം തന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും എല്ലാം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം സേന ചെറുത്തു തോൽപ്പിച്ചിരുന്നെങ്കിലും ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ ആക്രമണം ഇന്ത്യൻ മണ്ണിൽ നടത്തില്ല എന്ന് തന്നെയാണ് സേനാവൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം വിഷയത്തിൽ ഇതിനോടകം തന്നെ ഇടപെടുകയും ആവശ്യമായിട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ സ്പെഷ്യൽ പെട്രോളിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പോലീസിൻ്റെ റോന്തു ചുറ്റൽ ഉൾപ്പെടെ ഡൽഹിയുടെ വിവിധ നഗരങ്ങളിൽ നടക്കുന്നുണ്ട്. കാറുകളിലും ബൈക്കുകളിലുമായിട്ടാണ് പോലീസ് ഇപ്പോഴും പരിശോധനകൾ നടത്തിവരുന്നത്. സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം നിർത്തി പരിശോധിക്കുകയും രേഖകൾ ഉൾപ്പെടെ നോക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഡൽഹിയിലെ സ്ഥിതി ശാന്തമാണ്. ഡൽഹിയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റു റിപ്പോർട്ടുകളൊന്നുമില്ല. വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഗേറ്റ്, അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് മന്ദിരം, ഒപ്പം രാഷ്ട്രപതി ഭവൻ തുടങ്ങിയ പരിസരങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.